അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. ഇന്നിവിടെ പറയാൻ പോകുന്നത് മീനൻ രാശിയുടെ കോടീശ്വര യോഗം. മീനൻ രാശി ലഗ്നമായിട്ട് വരുന്നതും മീനൻ രാശി ചന്ദ്ര ലഗ്നമായിട്ട് വരുന്നവർക്ക് കോടീശ്വര യോഗം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. ലഗ്നാലും ചന്ദ്രാലും 9ാം ഭാവത്തിനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ലഗ്നാലും ചന്ദ്രാലും 9ാം ഭാവം വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ. കോടീശ്വര യോഗം കണക്കാക്കുന്നതിനൊരു സംഖ്യാക്രമമുണ്ട്. 7 ഗ്രഹങ്ങൾക്കാണ് ഇവിടെ ഈ സംഖ്യയുമായിട്ട് ബന്ധമുള്ളത്. സൂര്യന് 30, ചന്ദ്രന് 16, ചൊവ്വയ്ക്ക് 6, ബുധന് 8, വ്യാഴത്തിന് 10, ശുക്രന് 12, ശനിക്ക് 1 എന്ന സംഖ്യ. ഈ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന ധനാഗമ മാർഗം. ഇവിടെ മീനൻ രാശിയുടെ 9ാം രാശിയായ ചൊവ്വ സംഖ്യ 6 എന്ന് പറയുന്ന സംഖ്യ ചന്ദ്രാലും ലഗ്നാലും 6 എന്ന സംഖ്യ കണക്ക് കൂട്ടണം. 6 + 6, അതായത് ലഗ്നാൽ 6, ചന്ദ്രാൽ 6 = 12. അപ്പൊ